ഇന്ന് ഞാനൊരു ഗിഫ്റ്റ് ഹാമ്പറാണ് ചെയ്യാൻ പോണേ. ഒരു ബർത്ത്ഡേ ഗിഫ്റ്റാണ് കൊടുക്കുന്നത്. നമുക്ക് ഓർഡർ തന്നിരിക്കുന്നത് ബഹ്റിനിൽ നിന്നാണ്. ഇത് നമ്മൾ എത്തിക്കേണ്ടത് നെയ്യാറ്റിൻകരയിലാണ്. അതിനായിട്ട് ഞാനൊരു ഹാമ്പർ മേടിച്ചു ആദ്യം. പിന്നീട് അതിൻ്റെ അകത്ത് വെക്കുന്ന ഒരു ടോപ്പാണ്, പിന്നെ കുറച്ച് ചോക്ലേറ്റ്, ഫെറാറോയുടെ ചോക്ലേറ്റാണ്, പിന്നെ കുറച്ച് കിറ്റ്കാറ്റ്, ഡെയറി മിൽക്ക്, ഇതൊക്കെയാണ് നമ്മൾ ഹാമ്പറിൻ്റെ അകത്ത് വെക്കുന്നത്. ഇതൊക്കെ നമ്മളൊരു ഹാമ്പർ ബോക്സ് മേടിച്ചിട്ട് അതിലേക്ക് സെറ്റ് ചെയ്യുകയായിരുന്നു. പിന്നെ അവർക്ക് അവർ പ്രത്യേകം പറഞ്ഞ് സെലക്ട് ചെയ്തിട്ടാണ് നമ്മൾ ഇത്രയും ചോക്ലേറ്റുകൾ മേടിച്ചിരിക്കുന്നത്. ഇതെല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ അതിൻ്റെ അകത്തൊരു കാർഡ് കൂടെ വെക്കുന്നുണ്ട്. അതായത് അവർ പറഞ്ഞായിരുന്നു ഒരു കാർഡ് അതിൻ്റെ അകത്ത് വെച്ചേക്കാനായിട്ട്. പിന്നെ ഒരു സ്പെഷ്യലായിട്ട് ഒരു ചോക്ലേറ്റ് കൂടെ വെച്ചിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇത് പോകുന്നത് കോളേജിലേക്കായതുകൊണ്ട്, അപ്പോൾ കോളേജിൽ അവിടെ കുട്ടികളൊക്കെ കാണുമല്ലോ, അപ്പോൾ അവർക്കൂടെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേകം ഒരു ചോക്ലേറ്റ് കൂടെ മേടിച്ച് വെച്ചു. ഇതാണ് നമ്മളിതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമ്മൾ പോകുന്നത് ഇപ്പോൾ നെയ്യാറ്റിൻകരയിൽ എഴുത്തച്ഛൻ കോളേജ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽസിലാണ്. അപ്പോൾ അവിടെ നമ്മൾ ചെല്ലുന്ന സമയത്ത് അവിടെ കോളേജ് സമയമായിരുന്നു. അപ്പോൾ ക്ലാസ് നടക്കുന്ന സമയത്ത് ചെന്നാൽ നമുക്ക് കുട്ടിയെ കാണാൻ പറ്റുമോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. ഞങ്ങളവിടെ കോളേജിൽ ചെന്നതിന് ശേഷം അകത്ത് കയറി ഓഫീസിൽ കയറി സംസാരിച്ചു. അപ്പോൾ അവർ പറഞ്ഞു കുട്ടിയെ ഒരു 5 മിനിറ്റത്തേക്ക് പുറത്ത് വിടാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്ത് നോക്കി നിന്നു. കുറച്ച് സമയം നിൽക്കേണ്ടി വന്നു. പക്ഷേ ആ സമയത്ത് നമ്മൾ നോക്കുന്ന സമയത്ത് വന്നില്ല. അതിന് ശേഷമാണ് വന്നത്. അപ്പോഴത്തേക്ക് നമുക്ക് ആ ഇറങ്ങി വരുന്ന ഒരു വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ ഇതാണ് ആ കുട്ടിക്ക് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മോളും കൂടാണ്. കുട്ടിക്ക് കൊണ്ട് കൊടുത്ത് ഭയങ്കര സർപ്രൈസായിപ്പോയി. ഭയങ്കരമായിട്ട് പുള്ളി എന്താ പറയുന്നത്, അത് ഒട്ടും പ്രതീക്ഷിക്കാതെ കിട്ടിയൊരു ഗിഫ്റ്റ് ആയതുകൊണ്ടും, പിന്നെ ഇതുവരെ ആരും പുള്ളിക്ക് ഇങ്ങനെ ഒരു ഗിഫ്റ്റ് കൊണ്ട് സർപ്രൈസ് ഗിഫ്റ്റ് കൊടുത്തിട്ടുമില്ല. അപ്പം ആരാ ഈ ഗിഫ്റ്റ് തന്നെന്നുള്ളത് നമ്മൾ പറഞ്ഞില്ലായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു ഇല്ല, ഒരു ഐഡിയ ഇല്ല എന്ന് പറഞ്ഞു. ആദ്യം ചോദിച്ചു അമ്മയാണോ തന്നേന്ന് ചോദിച്ചു. അല്ല, ഞാൻ പറഞ്ഞു അത് തുറന്ന് നോക്കിയാൽ മതി. തുറന്ന് നോക്കുമ്പോഴത്തേക്ക് അതെന്താണെന്ന് അറിയാമെന്ന് പറഞ്ഞു. അങ്ങനെ ഭയങ്കര ഹാപ്പി ആയിട്ട് പുള്ളി അതും കൊണ്ട് തിരിച്ച് ക്ലാസ്സിലേക്ക് പോയിട്ടുണ്ട്.